അത്രയല്ല ഞങ്ങളുടെ എല്ലാവരുടെയും ശാപം നിനക്കുണ്ടാവും. നീ ഇത്ര വൃത്തികെട്ടവളാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. നീ എന്റെ പേരിൽ എനിക്കൊണ്ട് കേസ് കൊടുത്താലും എനിക്കൊരു കുന്തോ ഇല്ല. മനസ്സിലായാ? ലക്ഷ്മി, ഇപ്പൊ എനിക്കിത് പറയാതെ വയ്യ. ഈ സംസാരിച്ചത് വളരെ 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 മോശമാണ്. ജഗരി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇത് സ്വല്പം ആറിയൊരു പഴങ്കഞ്ഞിയാണ്. പക്ഷെ ആറിയതായാലും ഇത് നമ്മൾ ചെയ്യാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ മോശമായിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. ഇപ്പം നീനാകുറുപ്പിനെതിരെ ലക്ഷ്മിപ്രിയ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഒരു വാട്സപ്പ് വോയിസ് ലീക്കായിട്ടുണ്ടായിരുന്നു ലക്ഷ്മിപ്രിയയുടെ. അത് നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ. അപ്പം അതിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അതുകൊണ്ടാണ് പ്ലീസ്. അതായത് AMMA സംഘടനയിലെ ഒരു ഫാമിലി മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ മീറ്റിങ്ങിനോടനുബന്ധിച്ച് അറിയാലോ, അമ്മ സംഘടനയിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഒക്കെ വരുമ്പോൾ അതിനകത്ത് കലാപരിപാടികൾ ഒരുപാടുണ്ടാവും. ഡാൻസ്, പാട്ട്, മറ്റേത് മറിച്ചതൊക്കെ ആയിട്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടാവും. മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെ ഒട്ടുമിക്ക എല്ലാ നടന്മാരും പങ്കെടുത്തിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പം അതിനകത്ത് ഓരോ പരിപാടികൾ കോർഡിനേറ്റ് ചെയ്യാൻ ഓരോ ആൾക്കാരെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഡാൻസിൻ്റെ പരിപാടി കോർഡിനേറ്റ് ചെയ്തത് ലക്ഷ്മിപ്രിയയാണ്. ഫാഷൻ ഷോ എന്തോ ആണ് നീനാകുറുപ്പ് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവർ നിശ്ചയിച്ച സമയത്തിന് മുമ്പേ തന്നെ മമ്മൂട്ടി, മോഹൻലാലൊക്കെ എത്തിച്ചേർന്നുകൊണ്ട് ഇവരുടെ സമയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ സംഭവിച്ചു പരിപാടികളിൽ. അപ്പോൾ കലാപരിപാടിയുടെ ടൈമും ഫാഷൻ ഷോൻ്റെ ടൈമൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷായി. അപ്പോൾ ഒരേ ടീമിലുള്ള ആൾക്കാർ രണ്ട് പരിപാടിയിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരേ അറ്റ് എ ടൈം രണ്ട് പരിപാടിയിലും കാലിട്ടിളക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഒരു പരിപാടിയിൽ അറ്റ് എ ടൈം പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ നീനാകുറുപ്പിൻ്റെ ഫാഷൻ ഷോയിൽ പങ്കെടുത്തിരുന്ന ഒരു കുട്ടി ലക്ഷ്മിപ്രിയയുടെ കലാപരിപാടിയിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. നീനാകുറുപ്പ് ഈ പെൺകുട്ടിയെ ലക്ഷ്മിപ്രിയയ്ക്ക് വിട്ടുകൊടുക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഇരിക്കണം. അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു ബലമായ സംശയം. അത് തന്നെയായിരിക്കും. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മുപ്പരാളൊരു വോയിസ്, അത് ഈ വാട്സപ്പിൻ്റെ അവരുടെ തന്നെ ഗ്രൂപ്പിലിട്ടേക്കണ വോയിസാണ്. അമ്മാതിരി ഇത്രയും മോശമായിട്ടൊരാളെ ശപിക്കാൻ പറ്റുന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളിലുള്ള ഒരു വ്യക്തിയാണ് ഈ ലക്ഷ്മിപ്രിയ. വെറുതെ അല്ല ലക്ഷ്മിപ്രിയനെ കുലസ്ത്രീ എന്ന് പറയുന്നത്. ഇപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരാളാണ്. ഇപ്പം സമയം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശപിക്കും. ഇപ്പം നമ്മൾ ആ ബിഗ് ബോസിലും കണ്ടിട്ടുണ്ടായിരുന്നു. അറിയാത്തവർക്കായിട്ട് ബിഗ് ബോസിൽ മൂപ്പരാൾ വിനയിനെതിരെ എന്നിട്ട് കാർക്കിച്ചൊരു തുപ്പൊക്കെ തുപ്പിയിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞിട്ട് തുപ്പിട്ട് കാലൊക്കെ കയറ്റി വെച്ചിട്ട് എന്താ പറയുക, ഈ ജാൻസി റാണിയുടെ പോലെയുള്ള ഒരു നിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബിഗ് ബോസ് സീസൺ 4 റിയാസ് മറ്റേ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ ആ ഒരു സീസണിൽ ലക്ഷ്മിപ്രിയ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നല്ലോ. അപ്പം അതിൽ ചിരിച്ച് കാട്ടി നടക്കുന്നുണ്ടെങ്കിലും ഉള്ളിലുള്ള ഓരോ വ്രണങ്ങൾ പുറത്തോട്ട് വരുന്നത് ഇമ്മാതിരി ഈ ഭയങ്കര മോശം, വളരെ മോശം എന്ന് പറഞ്ഞാൽ അമ്മാതിരി മോശം. നമുക്ക് എന്തായാലും സമയം കളയണ്ട, പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഹെഡ്സെറ്റ് വെക്കുകയായിരിക്കും ഉത്തമം. അതിന് മാത്രം ശപിച്ചു കൂട്ടുന്നുണ്ട്. അമ്മാതിരി പുളിച്ച വർത്താനാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണേ. നീനാകുറുപ്പേ, മാഡം, നിങ്ങൾ എത്ര വലിയ സ്ത്രീ ആണെങ്കിലും ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒരുപാട് പേരുടെ ശാപം ഉണ്ടാവും കേട്ടോ. നിങ്ങളുണ്ടല്ലോ ഗതി കിട്ടാതെ നരകിച്ചേ നിങ്ങൾ ചാവുള്ളൂ. ഞാൻ എഴുതി വെച്ചുതരാം. നിങ്ങൾ ഇതിന്റെ പേരിൽ എന്നെ കുറിച്ച് എന്ത് കംപ്ലൈന്റ് ചെയ്താലും, നിങ്ങൾ എന്ത് കോപ്പ് ചെയ്തെന്ന് പറഞ്ഞാലും എനിക്കൊരു പുല്ലുമില്ല കേട്ടോ. ഒരു ആർട്ടിസ്റ്റിനെ ഒരിക്കൽ ഞങ്ങളുടെ ഒരു ഡാൻസ് കഴിഞ്ഞിട്ട് എത്ര സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഫാഷൻ ഷോ ഉള്ളത്? എനിക്കറിയാലോ, ഞാൻ ഇതിനകത്തുള്ള ഒരു കോർഡിനേറ്റർ തന്നെയല്ലേ. എനിക്കറിയാലോ ഏത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഏത് എങ്ങനെയെന്നുള്ളത് എനിക്കറിയാവല്ലോ. ഇവരനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ ഏൽപ്പിച്ച അവരുടെയൊക്കെ മനസ്സിൻ്റെ വലിപ്പമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു വലിപ്പത്തിനനുസരിച്ച് ഇതൊക്കെ കേൾക്കേണ്ടത് ഉത്തരവാദിത്തമുള്ളവരാണ്. നിന്നൊരു കൊച്ചിനെ സ്റ്റേജിൽ കയറാൻ നിങ്ങൾ സമ്മതിച്ചിട്ടില്ല. എന്നിട്ട് എന്തായി? എന്തെങ്കിലും ഒരു കാര്യത്തിൽ മാന്യമായിട്ട് സ്റ്റേജിൽ കയറാനോ, വിളക്ക് കത്തിക്കുന്നിടത്ത് നിൽക്കാനോ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് ലാലേട്ടനെ ആദരിക്കുന്നിടത്ത് നിൽക്കാനോ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? നിങ്ങളടുത്ത് വേണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് പട്ടി ഷോയാണ് സ്ത്രീയെ നിങ്ങൾ ഞങ്ങളുടെ പ്രോഗ്രാം സ്ഥലത്ത് കിടന്ന് കാണിച്ചത്?
നിങ്ങൾ എന്തെല്ലാം പൂവും മായും കായും ഒക്കെ പറഞ്ഞ നിങ്ങൾ എന്ത് പന്ന സ്ത്രീയാണ്. നിങ്ങളൊരു സ്ത്രീ തന്നെയാണോ? സ്ത്രീ എന്ന് പറയുമ്പോണ്ടല്ലോ അതിന് കുറച്ചുകൂടെ മാന്യതയുണ്ട്. സ്ത്രീ ഇങ്ങനെയുള്ള സ്ത്രീകളെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ടീനാകുറുപ്പേ, നിങ്ങൾ ഇങ്ങനെയുള്ള സ്ത്രീകളെ കണ്ടുപിടിക്കൂ. ഇതാണ് സ്ത്രീ എന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് സ്ത്രീ ആവില്ല. ഇങ്ങനെ ശപിക്കണം. നമ്മൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ അവരെ അറഞ്ചം ശപിക്കണം. നിങ്ങളൊരു സ്ത്രീ തന്നെയാണോ? സ്ത്രീ എന്ന് പറയുമ്പോണ്ടല്ലോ അതിന് കുറച്ചുകൂടെ മാന്യതയുണ്ട്. സ്ത്രീകൾക്ക് പോലും ഒരു അപമാനമാണ് നിങ്ങൾ. മനസ്സിലായോ? വിഷമാണ് നിങ്ങൾ. നിങ്ങളാണ് ഈ സംഘടനയിലെ പോയിസണേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നത് നിങ്ങളാണ്. മനസ്സിലായോ? ഈ കുഞ്ഞ് പാവ ആ കൊച്ച് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അത് ഒരുങ്ങി നിന്നിട്ട് ഇത് എത്ര സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഐറ്റം. നിങ്ങൾക്ക് ജലസ് കൊണ്ട് മാത്രമാണ്. ആ കൊച്ചിന് എന്നെ ആ വിവരം അറിയിക്കാനുള്ളൊരു സമയം പോലും നിങ്ങൾ കൊടുത്തിട്ടില്ല. എന്താണ് നിങ്ങളെന്താ മാനത്തൊന്ന് പൊട്ടി വീണതാണോ? നിങ്ങളുടെ തലയിൽ കൂടെ ആണോ ഈ അമ്മ അസോസിയേഷനിലെ 504 അംഗങ്ങളുടെയും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? നീനാക്കുറുപ്പെ നിങ്ങൾ പറ. നിങ്ങൾ ഒരു കാര്യമുണ്ട് കേട്ടോ. ഈ ഒരു വോയിസ് മെസ്സേജ് വിട്ടിരിക്കുന്നത് അവരുടെ തന്നെ ഒരു ഗ്രൂപ്പിലേക്കാണ്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വേതാ മേനോൻ, കുക്കു പരമേശ്വരൻ, അങ്ങനെയൊക്കെയുള്ള അവരുടെ ആ ഒരു എന്താ പറയുക ജനറൽ ബോഡി, ആ അംഗങ്ങളുള്ള ഒരു ഗ്രൂപ്പിലേക്ക് അയച്ചിട്ടുള്ള മെസ്സേജാണ് ഈ കാണുന്നത്. അപ്പോൾ എന്തുമാത്രം സംസ്കാരം കവിഞ്ഞൊഴുകുന്ന നല്ലൊരു വോയിസ് ക്ലിപ്പാണിത്. മനസ്സിലായി? നിങ്ങൾ കരയും. ഇത് എല്ലാവർക്കും ഒരു പാഠമായിരിക്കണം. അമ്മയിൽ ഇത്രയും സംസ്കാരവും എന്താ പറയുക ഇത്രയധികം ശപിക്കാൻ കഴിവുള്ളവരും ഉണ്ട് എന്നുള്ളത്. ആർക്കെങ്കിലും നിങ്ങളെ വ്യക്തിപരമായിട്ട് ഇഷ്ടമുണ്ടോ? പറ. നമ്മൾ സ്നേഹം കൊടുത്താണ് സ്നേഹം മേടിക്കേണ്ടത്, ബഹുമാനം കൊടുത്താണ് ബഹുമാനം മേടിക്കേണ്ടത്. നിങ്ങൾ ഒറ്റയൊരുത്തി ഇലക്ഷന് മുമ്പ് എല്ലാ മനുഷ്യരും നിങ്ങൾ ഓടി നടന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അത്. ലക്ഷ്മിപ്രിയക്ക് വോട്ട് കൊടുക്കരുതെന്ന് വിളിച്ചു പറഞ്ഞ തെളിവ് സഹിതം ഞങ്ങളുടെ കയ്യിലുണ്ട്. എനിക്കത് പുല്ലായതുകൊണ്ടുണ്ടല്ലോ ഈശ്വരൻ നീനാക്കുറിപ്പല്ല ലക്ഷ്മിപ്രിയയുടെ ജാതകം എഴുതുന്നത്. മനസ്സിലായോ? എന്താ അപ്പൊ ഉള്ളില് വേറൊരു സംഭവം കെടുപ്പുണ്ട്. അപ്പൊ അത് ഒരു ചെറിയൊരു മൈന്യൂട്ട് കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് കമത്താനായിട്ട്. അപ്പം അങ്ങനെ ഒരു കാര്യം ആൾക്ക് കിട്ടിയപ്പോൾ ആളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. അപ്പം അത് ആളെ കുറ്റം പറയാനും പറ്റില്ല. മനസ്സിലായോ? നീനാക്കുറിപ്പിന് ഒരു കുണ്ടേ സാധിക്കില്ല ഈ ലോകത്ത്. നിങ്ങൾ ഈ ഇത്രയും വലിയൊരു പ്ലാനറ്റിൽ നിങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഞങ്ങൾ എന്താണ്, നമ്മൾ ആരാണ്, അത് നിങ്ങൾ വിചാരിക്കണം. നിങ്ങളുടെ പിന്നെ അങ്ങനെ ഒരു തവളയ്ക്കൊരു വിചാരമുണ്ട്, പൊട്ടക്കുഴിയിലെ തവളയ്ക്ക് ഇതാണ് സ്വർഗ്ഗലോകം എന്ന്. നിങ്ങൾ എന്താ ഭക്ഷണ കാര്യത്തിൽ നിങ്ങൾ ഇടപെടുന്നു, മറ്റേ ഡാൻസിന്റെ കാര്യത്തിൽ ഇടപെടുന്നു, അതിലിടപെടുന്നു, ഇതിലിടപെടുന്നു. നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിൽ ഞങ്ങൾ ഈ ഇത്രയും 16 അംഗങ്ങളുണ്ടല്ലോ, ഞങ്ങൾ ആരെങ്കിലും ഇന്റർഫിയർ ചെയ്തിട്ടുണ്ടോ? സ്ത്രീയെ അവനവനെ ഏൽപ്പിക്കുന്ന ജോലി അവനവൻ ചെയ്യണം. മനസ്സിലായോ? ഞങ്ങൾ ഇത്ര ആൾക്കാരുടെ ശാപം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. അത് ശരി, ഇത്ര ആൾക്കാരെ കൂട്ടത്തോടെയാണ് ശപിക്കുന്നത് ഒരാളെ. എന്റെ പൊന്നേ, അപ്പൊ ഇതൊക്കെ താങ്ങണ്ടേ? പ്രോഗ്രാമിനെ അത് എങ്ങനെ ബാധിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൽ ഞാനാണ് നിങ്ങളുടെ ഒരു ആർട്ടിസ്റ്റിനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വിടാതെ തടസ്സപ്പെടുത്തി പിടിച്ചു വെച്ചാൽ നിങ്ങൾ ചെയ്ത് ഒട്ടും മര്യാദയായില്ല. പിന്നെ ഇത് ഭയങ്കര മര്യാദയാണ്. അത് ചെയ്തത് മര്യാദയല്ല, പക്ഷെ ഇത് നല്ല മര്യാദയാണ്. നിങ്ങൾ ചെയ്ത് ഒട്ടും മര്യാദയായില്ല. പിന്നെ നിങ്ങൾ അറിയിക്കുന്ന രീതിയെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾ അവിടെ കിടന്ന് എന്തൊക്കെയാണ് നിങ്ങൾ കാണിച്ചു കൂട്ടിയത് നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിക്കേ. നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണം. അതല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അതിന് നിങ്ങളാണ് പരിഹാരം കണ്ടെത്തേണ്ടത്. അതിന് ഞങ്ങൾ 16 പേർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മനസ്സിലായോ? നിങ്ങൾ എന്താ കടന്ന് കാണിച്ചത്? അവനവനൊന്ന് ഒതുങ്ങണം ആദ്യമേ. ഞങ്ങളൊക്കെ തലേ കൂടെ വണ്ടി ഓടി തന്നെയാണ് നടന്നത്. ഓരോരുത്തരും ഇവിടെയുള്ള 16 പേരും ഈക്വലി എഫേർട്ട് എടുത്തിട്ടുണ്ട്. സന്തോഷ് കീഴാറ്റൂര് ഏട്ടൻ ഇവിടെ ഇല്ലായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോഴപ്പോ ഓരോ കാര്യങ്ങൾ അദ്ദേഹം നമ്മളെ വിളിച്ച് ചോദിക്കുക, ആ ടെൻഷൻ അനുഭവിക്കുക അദ്ദേഹം അവിടെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മനസ്സുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായോ? എല്ലാവരും അവരവർക്ക് ഏൽപ്പിച്ച ജോലി. നിങ്ങൾക്ക് മാത്രം എന്താ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ്? നിങ്ങൾക്ക് എന്താ വന്നത്? നിങ്ങൾക്ക് എന്ത് എക്സ്ട്രാ ഫിറ്റിംഗ് ആ വന്നത്? എന്താണ് ഇങ്ങനത്തെ സംഭാഷണമല്ലേ? എന്ത് എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് വന്നതെന്ന് പെണ്ണിനെ അയച്ചു കൊടുക്കുന്ന മെസ്സേജിലുള്ളതാണ്. എന്ത് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആണ് നിങ്ങൾക്കുള്ളത്? എനിക്ക് ഇവരെ കണ്ണെടുത്താ കണ്ടൂടാ. ഞാൻ ഇവർക്ക് എന്ത് വൈരാഗ്യം ചെയ്തെന്ന് എനിക്ക് അറിയില്ല. തുടക്കം തൊട്ടിട്ട് ഈ സ്ത്രീ എന്നോട് എങ്ങനെയാ പെരുമാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഓർത്തത് ഞാനൊക്കെ അവരെ ഇഗ്നോർ ചെയ്തപ്പോ ഞാൻ ഓർത്തത് എന്നുമായിട്ടുള്ള എന്തോ കുഴപ്പമല്ലേ അവർക്ക് എന്താ പ്രശ്നമെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അറിയില്ല. ആകെ 1-2 പടത്തിലെ ഞാൻ ഇവർ കൂടെ അഭിനയിച്ചിട്ടുള്ളൂ. പിന്നെ ചില വൈബ്സ് ഉണ്ട്, ചില എനർജീസ് ഉണ്ട്, അത് ചേരില്ലായിരിക്കും. അതുകൊണ്ട് ഞാൻ ഓർത്ത് എന്തോ ഞാനും അവരുമായിട്ട് ചേരില്ലെന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഒരു കൃമി എപ്പോഴും ഒരു കൃമിയായിരിക്കും.
ഒരു വിഷം എപ്പോഴും ഒരു വിഷമായിരിക്കും. നിങ്ങൾ ആരുമായിട്ടാ ചേരുന്നേ? നിങ്ങൾ ചേരുന്ന ഒരു വ്യക്തിയെ പറഞ്ഞതാ. ഞാൻ ഓർത്ത് എന്നെ നിങ്ങൾക്ക് പേഴ്സണൽ, എനിക്ക് നിങ്ങളോട് ഇഷ്ടക്കേടൊന്നുമില്ല. ഇത് പറയുന്ന ഈ നിമിഷവും എനിക്ക് നിങ്ങളോട് വൈരാഗ്യമോ ദേഷ്യമൊന്നുമില്ല. ഞാൻ ശപിക്കുള്ളൂ. ഞാൻ നല്ല രീതിയിൽ ശപിക്കും. നല്ല രീതിയിൽ എന്താ പറയുക, വളരെ സൗമ്യമായിട്ട് സംസാരിക്കുകയുള്ളൂ. അപ്പോൾ എനിക്ക് ദേഷ്യമൊന്നും ഇല്ല. ഞാനിങ്ങനെ ശപിക്കും, അത്രേ ഉള്ളൂ. നിങ്ങൾ എടുത്ത എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. എനിക്ക് ത്രോട്ട് സുഖമില്ല, ത്രോട്ട് പഴുത്തിരിക്കുകയാണ്. ഇത്ര ആന്റിബയോട്ടിക്സ് കഴിച്ചിട്ടാണ് ഞാനൊക്കെ അവിടെ പ്രോഗ്രാമിന് നിന്നത്, അറിയോ നിങ്ങൾക്ക്? റോണി എൻ്റെ ചേച്ചി, ത്രോട്ടിന് സുഖമില്ലെങ്കിൽ ഒരു 2 വരിയിൽ അത് അവസാനിപ്പിക്കായിരുന്നില്ലേ? നീ മുടിഞ്ഞു പോവണി, ഇത്രേ ഉള്ളൂ കാര്യം. ശാപം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ആ 2 വാക്കിൽ അവസാനിപ്പിച്ചത് മാന്യമായിട്ട്. അല്ല, ഇവരുടെ മാന്യതൊക്കെ ഇത്രയൊക്കെ തന്നെയാണ്. വിളിച്ച് എന്താ ഇനി എന്താ മെഡിസിൻ അതിന്റെ കൂടെ ആഡ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടാണ്. ഇല്ലാത്ത തൊണ്ട ഉണ്ടാക്കിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, കേട്ടോ സ്ത്രീയെ. ഞാൻ ഇല്ലാത്ത തൊണ്ട എവിടുന്നൊക്കെ വാടകയ്ക്ക് എടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിന്റെ കൂടെ ആഡ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടാണ്. ഇല്ലാത്ത തൊണ്ട ഉണ്ടാക്കിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, കേട്ടോ സ്ത്രീയെ. ഞാൻ എന്നിട്ട് നിങ്ങളെ ഇന്ന് വിളിച്ച് താങ്ക്സ് പറയണമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ആ കുഞ്ഞ് കയറാത്തതിന്, ആ കുഞ്ഞിനെ എല്ലാവരും ചീത്ത പറഞ്ഞു സ്റ്റേജിൽ കയറാത്തതിന്. നീ എന്തിനാ ലക്ഷ്മി അങ്ങനെ ചതിച്ചതെന്ന് ചോദിച്ചിട്ട് എല്ലാവരും ആ കുഞ്ഞിനെ വഴക്ക് പറഞ്ഞപ്പം ആ കുഞ്ഞ് കരഞ്ഞുകൊണ്ട് ഇന്ന് അത് അയച്ച വോയിസ് മെസ്സേജ് ഞാൻ വേണമെങ്കിൽ ഇതിനകത്ത് ഇട്ട് തരാം. ആ കുഞ്ഞ് ഡ്രസ് ചെയ്ത് വന്ന കുട്ടിയാണ്. അതിനെ ഇവര് പിടിച്ചു വെച്ചു. ഈ സ്ത്രീക്ക് ആരാ ഇത്രയൊക്കെ ചെയ്തു? ഇവരെന്താ പോലീസോ? ഇവരാണോ അമ്മയുടെ പ്രസിഡന്റ്? ഇവരാരാ? എനിക്കൊന്ന് പറഞ്ഞോ നിങ്ങള്. ഇവര് നമ്മളെ പോലെ ഒരു മെമ്പർ മാത്രമല്ലേ ശ്വേത ചേച്ചി, കുക്കു ചേച്ചി? നമ്മളെല്ലാം കഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിയിട്ടാ? ഇതാണ് നമ്മുടെ കുടുംബം. അമ്മ എന്ന് പറയുന്ന സംഘടനയാണ് നമ്മുടെ കുടുംബം. ഈ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്, അല്ലാതെ നമ്മുടെ വീട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കാനല്ല നമ്മൾ കഷ്ടപ്പെടുന്നത്. മനസ്സിലായാ? ഞാൻ എടുത്ത റിസ്ക് അത് ആരും എടുക്കാൻ തയ്യാറാവില്ലെന്ന് എനിക്കറിയാം. എന്റെ അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് എടുത്ത റിസ്ക്. ആ അമ്മമാരുടെ കണ്ണുനീര് വീഴ്ത്തിയ ഒരുത്തിയുണ്ടല്ലോ, നീ പുഴുത്തേ ചാവുള്ളൂ. എത്ര കാലം ഒരാളെ ശപിക്കാൻ പറ്റുന്ന വെച്ച് ഇത് കണ്ടുപിടിക്കണം. ഇനിയിപ്പോൾ നാളെ നമുക്ക് ആർക്കെങ്കിലും ശപിക്കാനോ ശാപങ്ങൾക്കൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഓഡിയോ കേട്ടാൽ മതി. ഇതിൽ പല രീതിയിലുള്ള ശാപങ്ങളുണ്ട്. പുഴുത്ത് ചാവും, നശിച്ചു പോവും. മാത്രല്ല ഞങ്ങളുടെ എല്ലാവരുടെയും ശാപം നിനക്കുണ്ടാവും. നീ ഇത്ര വൃത്തികെട്ടവളാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. നീ എന്റെ പേരിൽ എനിക്കൊണ്ട് കേസ് കൊടുത്താലും എനിക്കൊരു കുന്തോ ഇല്ല. മനസ്സിലായാ? നിനക്കൊണ്ടല്ലോ ഒരു കാലത്തും നീനാക്കുറിപ്പേ ഞാൻ പറഞ്ഞു തരികയാണ്, നിന്റെ അന്ത്യം ഉണ്ടല്ലോ ഞങ്ങളെല്ലാം കാണും. മിഥുനത്തിലെ മറ്റേ ഇന്നസെന്റിന്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, നിന്റെ അന്ത്യം ഉണ്ടല്ലോ, ഇങ്ങോട്ട് നോക്ക് മരണമായിരിക്കും ല്ലോ ഞങ്ങളെല്ലാം കാണും. ഞാൻ ജീവിച്ചിരിപ്പില്ലെങ്കിലുണ്ടല്ലോ കാണുന്നവരുണ്ടാവും. എന്റെ ആത്മാവെങ്കിലും കാണും. അത് നീ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നീ പുഴുത്തേ നീ ചാവുള്ളൂ. നോക്കിക്കോ. ഇതിന്റെ പേരിൽ എന്റെ പേരിൽ എന്ത് നടപടി വന്നാലും എനിക്കൊരു കുന്തോ ഇല്ല. നീ ആരാ ഇവിടുത്തെ? നീ എന്താ ഞങ്ങളുടെ ആണുങ്ങളെല്ലാം നീ എന്തൊക്കെയായിരുന്നു കിടന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? അവരെ കയറ്റിയില്ല, ഇവരെ കയറ്റിയില്ല. എന്താ നിനക്ക് പ്രിയപ്പെട്ടവർ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്? ഞങ്ങളെ തിരിവ് ആരോടും ഇല്ല. ഞങ്ങൾക്ക് ആരും വലുത് ഒരാൾ ചെറുതൊന്നില്ല. ഞങ്ങൾ പണിയെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. നിങ്ങൾ പണിയെടുക്കുന്ന പെർട്ടിക്കുലർ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇത് മാത്രമല്ല, ഞാൻ എന്റെ പ്രോഗ്രാമിൽ പ്ലാൻ ചെയ്ത പലരെയും കൊണ്ടുപോയത് എനിക്കറിയാം. പക്ഷെ ചിലരൊക്കെ ഉണ്ടല്ലോ ബോൾഡായിട്ട് നിന്നോട് ഞങ്ങൾ ആ പ്രോഗ്രാമിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ നിന്നതും എനിക്കറിയാം. മനസ്സിലായാ? നിങ്ങൾക്ക് എന്താ സ്പെഷ്യൽ? എന്ത് കിട്ടും നിങ്ങൾക്ക് എന്താ കിട്ടിയത്? നിങ്ങൾക്ക് കിട്ടിയത് ഇതാണ്. നിങ്ങൾ അറിഞ്ഞോ? കുറെ ശാപവും കുത്തുവാക്കുമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ശാപവും കുത്തുവാക്കും. അപ്പൊ അത് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. കിട്ടിയിട്ടുള്ളത് അൾട്ടിമേറ്റ് ആയിട്ട് നിങ്ങളുടെ ജീവിതം മുഴുവനും അതായിരിക്കും. ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് നിങ്ങൾക്ക് എന്നോട് മാത്രമേ പ്രശ്നമുള്ളെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എനർജീസ് തമ്മിൽ ചേരുന്നുണ്ടാവില്ല. ചിലരോട് നമ്മളോട് അവർ ഒരു ശത്രുതയും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ നമുക്ക് ചിലർ ശത്രുക്കളായിരിക്കും. നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അതായിരിക്കും. എനിക്ക് നിങ്ങളോടൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് എന്നോട് അങ്ങനെയായിട്ട് ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നത്. നിങ്ങൾക്ക് എന്ത് കഴിവാ ഉള്ളത്? നിങ്ങൾ അതൊന്ന് പറ. ഈ ആൾക്കാരുടെ അടുത്ത് വഴക്കിടാനും അവർ നിങ്ങൾക്ക് എന്ത് കഴിവാണുള്ളത്? നിനക്കൊക്കെ എന്തെങ്കിലും കഴിവുണ്ടോളാ? ന്നല്ലാതെ നിങ്ങൾക്ക് എന്ത് നിങ്ങൾക്ക് കഴിവുണ്ട്? നിങ്ങൾ ആരാ? വിശ്വാസര നടിയോ? നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എങ്ങനെയാ ഈ അമ്മയിൽ മെമ്പർഷിപ്പ് കിട്ടിയെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ എന്ത് ക്യാരക്ടർ അഭിനയിച്ചിട്ടുള്ളത്? നിങ്ങൾ ശരി, ഇപ്പൊ എന്ത് ക്യാരക്ടർ? എവിടക്കൊക്കെ പോണ ഒരാളെ സംസാരിക്കും പോലെ ആളുടെ അഭിനയത്തിലോട്ടൊക്കെ കയറി പോകുന്നുണ്ട്. ആള് പഞ്ചാബ് ന്യൂസിലൊക്കെ അത്രയും നല്ല ക്യാരക്ടർ ചെയ്തിട്ടുള്ള ആളാണ് നീനാകുറുപ്പ്. മമ്മൂട്ടിയുടെ ഒരു പടം ഉണ്ടല്ലോ, ഏതാണ് ആ പടം? മമ്മൂട്ടിയും ശ്രീനിവാസനൊക്കെ ഉള്ള ഒരു പടം. ആ പടത്തിലും നീനാകുറുപ്പ് തന്നെയായിരുന്നു നായിക.
എന്ത് ക്യാരക്ടർ അഭിനയിച്ചിട്ടുള്ളത്? നിങ്ങൾ എടുത്ത ക്യാരക്ടേഴ്സ് ഒന്ന് എടുത്തെടുത്തെടുത്ത് നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യും. നിങ്ങൾക്ക് എന്തോ ഈശ്വര ഭാഗ്യം ഉള്ളതുകൊണ്ട് നിങ്ങൾ സിനിമയിൽ വന്നു. നിങ്ങൾ ഇത്രയും വലിയ മഹത്തായ ഒരു സംഘടനയിൽ നിങ്ങൾ മെമ്പറായി. അത്രേ ഉള്ളൂ നീനാക്കുറുപ്പ് മാഡം. അത്രേ ഉള്ളൂ. ഇവൾക്കത് ഈ ലക്ഷ്മി പ്രിയ എന്ന് പറയണത് അമ്മാതിരി ലെവലില് അഭിനയിച്ച് തകർത്ത് എന്താ പറയുക ജനമനസ്സുകളിൽ കീഴടക്കി അത്രയും കഷ്ടപ്പെട്ട് കയറി ബുദ്ധിമുട്ടി വന്നിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഒരുപാട് കഴിവും കാര്യങ്ങളൊക്കെ ആൾക്കുണ്ട്. നീനാക്കുറുപ്പിന് കഴിവില്ല, പാവം. അത് കഴിവില്ലാത്ത ആളൊക്കെ ഈ സിനിമ ഫീൽഡിൽ നിൽക്കേണ്ട വല്ല ആവശ്യമുണ്ടോ മാഡം? അത്രേ ഉള്ളൂ. ആർക്കും ഇല്ലാത്ത സ്പെഷ്യാലിറ്റി ഒന്നും നിങ്ങൾക്കില്ല. നിങ്ങൾ വിശ്വോത്തര നടിയായതുകൊണ്ടല്ല നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ പോലും അറിയില്ല. നാക്ക് പോലും നിങ്ങൾക്ക് തിരിയില്ല. ചേമ്പ് പുഴുങ്ങിയത് വായിലിട്ടതുപോലെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഇംഗ്ലീഷ് പറഞ്ഞാലും മലയാളം പറയാത്ത ആൾക്കാർക്ക് മനസ്സിലാവില്ല. അതെങ്ങനെയാ ദിലീപ് 2 കൺട്രീസിൽ സംസാരിക്കുന്ന പോലെയാണോ? ഇല്ല, അതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ സൗന്ദര്യം, നിങ്ങളെക്കാട്ടിലും സൗന്ദര്യമുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾ എന്റെ അമ്മയെ കണ്ടു നോക്കണം, മനസ്സിലായാ? എന്റെ അമ്മ എന്ത് സുന്ദരിയാണ് നിങ്ങളെക്കാട്ടിലും. എന്റെ അമ്മയുടെ പെരുമാറ്റം എന്ത് നല്ല പെരുമാറ്റമാണ്. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പ്രായത്തിനെ മാത്രമേ ബഹുമാനിക്കുന്നുള്ളൂ. അല്ലാതെ മലയാള സിനിമയ്ക്കോ ഈ സമൂഹത്തിനോ, നമ്മളെ കൊണ്ട് സമൂഹത്തിനോ എന്തെങ്കിലുമൊക്കെ ഉപയോഗം ഉണ്ടാവണം നീനാക്കുറുപ്പ് മാഡം. ഈ സമൂഹത്തിനോ എന്തെങ്കിലും ചെയ്തായിട്ട് എന്റെ അറിവിലില്ല. നിങ്ങൾ ചെയ്ത ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഇവിടെ 1000 പേരുണ്ട്. ആർക്ക് വേണമെങ്കിലും നിങ്ങൾ ചെയ്ത ക്യാരക്ടേഴ്സ് അഭിനയിക്കാം. അല്ല, നിങ്ങൾ അഭിനയിച്ച് ബലിപ്പിച്ച എന്ത് ക്യാരക്ടറായി ഇവിടെ ഉള്ളേ? നിങ്ങൾ പറ. നിങ്ങൾ പിന്നെ എന്ത് വേഷം കെട്ടായി കാണിക്കുന്നത്? ഞാൻ ഒരെണ്ണം പറയണ്ട, പഞ്ചാബി ഹൗസ് ഉണ്ട്. അത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പിന്നെ എന്ത് വേഷം കെട്ടായി കാണിക്കുന്നത്? നിങ്ങൾ യങ് ആയിട്ടിരിക്കുന്നതോ? അത് നിങ്ങളുടെ മിടുക്ക്. അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതൊന്നും എന്നെ സംബന്ധിച്ച് അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ നര വീണ നരയിട്ട് നടക്കും, വണ്ണം വെച്ചാൽ വണ്ണം ഉള്ള പോലെ നടക്കും. അതൊന്നും എന്നെ സൗന്ദര്യം എന്ന് പറയുന്നത് ഞാൻ ഒരു എന്താ പറയാ എന്തെങ്കിലും ആയിട്ട് ഞാൻ കാണുന്നില്ല സൗന്ദര്യത്തിനെ. സൗന്ദര്യം എന്ന് പറഞ്ഞൊരു ഘടകമേല. നമ്മുടെ മനസ്സിനാണ് സൗന്ദര്യം വേണ്ടത്. മനസ്സാണ് എല്ലാം. ആ മനസ്സ് നിങ്ങൾക്കില്ല. നിങ്ങളുടെ മനസ്സ് മൊത്തം വിഷം മാത്രമാണ്. മനസ്സ് എന്ന് പറയുമ്പോൾ ലക്ഷ്മി പ്രിയയുടെ മനസ്സ് നല്ലൊരു മനസ്സിന്റെ ഉടമയാണ്, നല്ലൊരു കലാകാരിയാണ്. പറയാൻ വാക്കുകളില്ല എനിക്ക്. അവരെന്നെ അവരെ പറ്റി പറഞ്ഞ് ഒഴുക്കുന്നുണ്ട്. നിങ്ങൾ ഗതി പിടിക്കൂല. ഇത് എല്ലാരും അറിയാൻ വേണ്ടിട്ട് ഞാൻ പരസ്യമായിട്ട് വന്നത്. ഇത് സ്റ്റേജിൽ മൈക്കെടുത്ത് പറയേണ്ട കാര്യമാണ് ഞാൻ ഇപ്പൊ ഈ പറയുന്നത്. അതിന്റെ മുകളിൽ പോവും ഇപ്പൊ ഇത് ഈ ഒരു സംഭവം. നമ്മൾ 17 പേര് നിന്നാ നിന്നു. ഇത് ഔട്ടായി പോണെങ്കിൽ ഔട്ടായി പൊക്കോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. എന്താണ് നിങ്ങൾ അവിടെ കാണിച്ചു കൂട്ടിയത്? എന്ത് പ്രഷറാണ് ആൾക്കാർക്ക് കൊടുത്തത്? നിങ്ങൾ കാരണം രാത്രി 12:30 മീറ്റിംഗ് വിളിക്കേണ്ടി വരുന്നു. ഇവിടെ എന്താ പണിയെടുക്കുന്നവരായില്ലേ? കേറ്ററിംഗിന്റെ ആൾക്കാർ വരെ വന്നത്. എന്താ മാഡം അവരിങ്ങനെ? അപ്പൊ പബ്ലിക്കാണ്. അവർക്ക് അമ്മയില് ഫുഡ് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവര് പുറത്തുള്ളവരാണ്. അത് നിങ്ങൾ മനസ്സിലാക്ക്. അവര് പോലും നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കി. ഇതാണോ നമ്മൾ കൊടുക്കേണ്ട സാമൂഹിക സന്ദേശം? ഇതാണോ? അമ്മ എന്ന് പറയുന്നത് സാമൂഹ്യപരമായിട്ടും സാംസ്കാരികപരമായിട്ടും മിക്സ് ചെയ്ത് നിൽക്കുന്ന ഒരു സംഘടനയാണ്. അത് കറക്റ്റാണ്. ഇപ്പൊ ഇവര് ഈ പറയുന്ന ഓഡിയോ ക്ലിപ്പിൽ അത് എല്ലാം ഉണ്ട്. വളരെയധികം സംസ്കാരം കവിഞ്ഞു ഒഴുകി തുളുമ്പി നിൽക്കുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രഭാഷണമാണ് ഇപ്പോൾ ലക്ഷ്മി പ്രിയ നടത്തിയത് നീനാക്കുറുപ്പിനെതിരായിട്ട്. വളരെ വിശാലമായ മനസ്സിൻ്റെ ഉടമ, വളരെ നല്ല കഴിവുകളുള്ള, നല്ല രീതിയിൽ പ്രസംഗിക്കാൻ അറിയുന്ന, ഒരു രീതിയിലും മറ്റുള്ളവരെ ദ്രോഹിക്കാൻ അറിയാത്ത നല്ലൊരു സ്ത്രീത്വം ചെയ്ത് നിൽക്കുന്ന ഒരു സംഘടനയാണ്. അതിന്റെ റെപ്യൂട്ടേഷൻ മുഴുവനും കീപ്പ് ചെയ്യാനുള്ള ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ അവിടെ കിടന്ന് ചീത്ത പറയുമ്പോ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ആരെങ്കിലും എടുത്ത് യൂട്യൂബ് വീഡിയോയിൽ ഇട്ടാണ്ടല്ലോ ഇപ്പൊ കിട്ടുന്ന സ്പോൺസേഴ്സിനെ പോലും കിട്ടില്ല. ഇപ്പൊ വളരെ വലുതായിട്ട് സ്പോൺസർഷിപ്പിന് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ ഒരു സംസ്കാരമൊക്കെ പുറത്തു വന്നതുകൊണ്ട് ഇനി നല്ല സ്പോൺസർഷിപ്പ് ഒക്കെ ആയിരിക്കും ഭാവിയിൽ കിട്ടാൻ പോകുന്നത്. പോലും കിട്ടില്ല, മനസ്സിലായോ? നമ്മള് ജോലി ചെയ്യുന്നത് പാവപ്പെട്ട അമ്മമാർക്ക് അന്നം മേടിക്കാനും പാവപ്പെട്ട അമ്മമാർക്ക് മരുന്ന് മേടിക്കാനുമാണ്, മനസ്സിലായോ? അവര് പിന്നെ ഉണ്ടാവില്ല. ആരെങ്കിലും എടുത്തിട്ട് ഇത്ര സംഘടനയ്ക്ക് എന്തിനാ കൊടുക്കണേന്ന് ചോദിക്കും. നിങ്ങൾ അതുപോലെ മറന്നുപോയി. നിങ്ങൾ എന്ത് പട്ടിഷ് നിങ്ങളുടെ കുടുംബത്തേക്ക് വലിഞ്ഞു കയറി വന്നവരായിരുന്നോ ഞങ്ങള്? നിങ്ങൾ എന്താ കിടന്ന് കാണിച്ചേ? നിങ്ങൾ എന്തൊക്കെയായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്? സ്വയം വിലയിരുത്തുക വേണമെങ്കിൽ. എന്താണെങ്കിലും എന്റെ എല്ലാ പ്രതിഷേധവും ഞാൻ ഇവിടെ EC മെമ്പർമാരെ മൊത്തം ഞാൻ അറിയിക്കുകയാണ്. ഞാൻ ഇപ്പോഴാണ് ഇത് മൊത്തം അറിയുന്നത്. അല്ലെങ്കിൽ തന്നെ പല കാരണങ്ങൾ കൊണ്ട് രാജിവെക്കുന്നതിനെ പറ്റി ആലോചിച്ചുകൊണ്ടാണ് രാവിലെ ഇന്ന് കണ്ണു തുറന്നത്. അപ്പോഴാണ് എനിക്ക് ഇതും കൂടെ കിട്ടുന്നത്. ഇനിയിപ്പോൾ രാജിവെക്കേണ്ടി വരില്ല മാഡത്തിന്. അവരെ പിടിച്ച് പുറത്തായിക്കോളും.
ശരിയല്ല. നിങ്ങൾ സ്വയം നിങ്ങളുടെ നാക്കിനെ അടക്കണം, നിങ്ങളുടെ പെരുമാറ്റത്തിനെ അടക്കണം. എനിക്കൊരു പേഴ്സണൽ ഇഷ്യൂ ഉണ്ടായിട്ട് ഞാനത് വ്യക്തിപരമായിട്ടാണ് പരിഹരിക്കാൻ ആഗ്രഹിച്ചത്. അത് എന്റെ തികച്ചും വ്യക്തിപരമാണ്. അത് ഈസിയിലിടാനോ മറ്റുള്ളവരെ അറിയിക്കാനോ ഞാൻ മുതിർന്നിട്ടില്ല. ഇപ്പോഴും ആ കുഞ്ഞിനോട് എനിക്ക് ഒരു ശത്രുതയില്ല. അത് കഴിഞ്ഞു, അത് പോയി. ജീവിതമല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ അതല്ല. ഇത് വ്യക്തിപരമല്ല നിങ്ങൾ ഈ ചെയ്യുന്നത്. നിങ്ങളൊരു സാമൂഹിക വിപത്തായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ സമൂഹത്തിന് ദോഷം ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ശരിയല്ല. ഇതിനുള്ള നടപടി എന്താന്ന് വെച്ചാൽ ഉണ്ടായിക്കോണം. അല്ലെ നടപടി എടുത്തില്ലെങ്കിൽ എനിക്ക് ഒന്നുമില്ല, എനിക്കൊരു ചുക്കുമില്ല. പിന്നെ പ്രോഗ്രാംസ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സമയത്തിന്റെ പ്രശ്നം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ടെൻഷൻ വരാം. അത് നിങ്ങൾക്കും എനിക്കും ഒക്കെ ഒരുപോലെ തന്നെയാണ്. അപ്പം നിങ്ങൾ എന്തു വേണം? ആ പ്രോഗ്രാമിൽ നിന്ന് ഈ കുട്ടിയെ മാറ്റിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ ഈ കുട്ടിയെ എത്ര സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്തേക്ക് വിടാനായിട്ട് പറ്റും എന്ന് വന്ന് ചോദിക്കണം. ഇതാണ് വേണ്ടിയിരുന്നത് ലക്ഷ്മിപ്രിയ, ഇതാണ് വേണ്ടിയിരുന്നത്. ഈ ഒരു സംഭാഷണം ആദ്യമേ സംസാരിച്ച് അത് നല്ല രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണെങ്കിൽ എന്ത് മനോഹരമായിരുന്നു. അല്ലാതെ ഇമ്മാതിരി പുളിച്ച വർത്താനം, നല്ല രീതിയിൽ ശാപങ്ങളും ഒക്കെ പടർത്തി വിട്ടിട്ട് ഇനി ഇമ്മാതിരി വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിലയാണ് കിട്ടാൻ പോകുന്നത്? നിങ്ങളതിനൊക്കെ ആരാണ് ഇനി കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഏൽപ്പിക്കാൻ പോവുക? നിങ്ങൾക്കൊക്കെ വല്ലവരും ഇനി കോർഡിനേഷൻ തരും? ചോദിക്കണം. നിങ്ങളുടെ മുന്നിൽ കൂടെ ഞാൻ നടന്നതല്ലേ, പല പ്രാവശ്യം നടന്നതല്ലേ. പല കാര്യങ്ങൾക്കും നിങ്ങൾ എന്നെ കാണാതൊന്നും ഇരുന്നില്ലല്ലോ. നിങ്ങൾക്ക് ഫോൺ നമ്പർ ഉണ്ടല്ലോ എന്റെ, നിങ്ങൾക്ക് എന്നെ വിളിക്കാറുണ്ടല്ലോ. നിങ്ങൾ ചോദിച്ചോ? നിങ്ങൾ ആരെയാ നന്നാക്കാൻ ശ്രമിക്കുന്ന? ആരെയാ നിങ്ങൾ? ഈ ഷോ നന്നാക്കാനാണോ ശ്രമിക്കുന്നത്? അമ്മ സംഘടന നന്നാക്കാനാണോ ശ്രമിക്കുന്നത്? അതോ നിങ്ങളെ തന്നെ നന്നാക്കാനാണോ? ആരെയാണ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഒരു സ്റ്റേജിൽ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഞാനൊരു സ്റ്റേജ് ആർട്ടിസ്റ്റാ. ഇപ്പോഴും ഉണ്ടല്ലോ 2.5 മണിക്കൂറുള്ള നാടകം. നിങ്ങൾ തൂങ്ങിച്ചാത്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ തലകുത്തി നിന്നാ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. 2.5 മണിക്കൂറുള്ള നാടകം ലൈവായിട്ട് 10,000 കാണികളുടെ മുന്നില് ഞാൻ ചെയ്യുന്ന വ്യക്തിയാണ് ഇന്നും. സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു വിറയാണ്. ക്യാമറയുടെ മുന്നിൽ നിന്ന് അഭിനയിക്കുന്നതിനെക്കാട്ടും വിറയാണ്. സ്റ്റേജിനുള്ള കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. മനസ്സിലായ? ഒരു സ്റ്റേജിൽ ഒരു പ്രോപ്പർട്ടി എത്തിയില്ലെങ്കിൽ, സ്റ്റേജിൽ ഒരു സമയത്തിനൊരു കാര്യം വന്നില്ലെങ്കിൽ നമുക്കുണ്ടാകും. ഇന്നലെ ഒരു പാട്ട് ഇച്ചിരി സമയം എടുത്തപ്പോ നമ്മൾ അനുഭവിക്കുന്ന ഒരു ടെൻഷൻ ഉണ്ട്. നമ്മളോർക്ക് നമ്മുടെ ഹൃദയം ഇപ്പൊ നിന്ന് നമ്മൾ ചത്തുപോകുന്നു നമുക്ക് തോന്നും. മനസ്സിലായി? അത്രയൊക്കെ ഉണ്ടാവും. ഹൃദയം നിന്ന് പോകത്തക്ക രീതിയിലുള്ള സംഭവങ്ങളൊക്കെയാണോ അത്? എനിക്കറിയില്ല. എന്തായാലും കലാകാരന്മാർക്ക് ആദ്യം വേണ്ടത് നല്ലൊരു മനസ്സാണ്. മനസ്സിലായ? അതാണ് സ്റ്റേജുമായിട്ടുള്ള കമ്മിറ്റ്മെന്റ്. അപ്പോ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, ഇത്ര സമയത്തിനുള്ളിൽ ഈ കുട്ടിയെ വിട്ടുതരാൻ പറ്റില്ലെങ്കിൽ ലക്ഷ്മി, ഐ എം റിയലി സോറി, ഞാൻ ഈ കുട്ടീനെ വിടാൻ എനിക്ക് പറ്റില്ല കേട്ടോ എന്ന് പറയുമ്പോൾ എനിക്ക് പകരത്തിനൊരു സംവിധാനം ചെയ്യാൻ പറ്റും. കല എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരിലും ഉണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു കല ഉണ്ടാവും. അതിനെ വളർത്താനുള്ള സാഹചര്യങ്ങളൊന്നും പലരുടെയും കയ്യിലുണ്ടാവത്തില്ല. പക്ഷേ അത് ഏതെങ്കിലും ഒരു സമയത്ത് അത് പുറത്തു വന്നിട്ടുണ്ടാവാം. അത് എല്ലാവരിലും ഉണ്ട് ഈ കല എന്ന് പറയുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ഈ കലാകാരന്മാരെ നല്ലൊരു മനുഷ്യനായാലാണ് നല്ല രീതിയിൽ കലയെ വളർത്താൻ സാധിക്കും. കൂടെ വർക്ക് ചെയ്യുന്നവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം. എന്താ പറയുക, അവർക്ക് എന്തെങ്കിലും ഇപ്പോൾ ഇതിൽ തന്നെ ലക്ഷ്മിപ്രിയ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ സംസാരിച്ച് തീർക്കാന്നുള്ളത്. അപ്പോൾ അത് ഇവർക്ക് സംസാരിക്കായിരുന്നു. ഒരു കോർഡിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. ഇപ്പോൾ 2 കോർഡിനേറ്ററൊക്കെ ഉണ്ടാകുമ്പോൾ അവർ തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ സുഗമമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതിന് പകരം ഇത് വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ നീ നശിച്ചു പോയി, നീ പുഴുത്ത് ചാവുമ്പടി, നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ല, ഇമ്മാതിരി ശാപവാക്കുകൾ പടച്ചു വിട്ടതിൽ ഇവരിലുള്ള കലാകാരൻ എന്ന് പറയുന്ന ആൾക്ക് ഇങ്ങനെയുള്ള ഒരു മനസ്സ് ഉണ്ടാക്കാൻ കഴിയുമോ എന്നെനിക്ക് സംശയമാണ്. ചോദിച്ചോ? പറഞ്ഞോ? സ്റ്റേജിൽ കേറുമ്പോഴാണ് ഈ ഒരു ആർട്ടിസ്റ്റ് ഇല്ലാന്ന് നമ്മൾ അറിയുന്നത്. എന്നിട്ട് എന്താ ഞങ്ങളുടെ പ്രോഗ്രാമിൽ എന്തെങ്കിലും കുഴപ്പം പറ്റിയോ? ഞാൻ വിശ്വോത്തര നർത്തകിമാരെ കൊണ്ടല്ല പെർഫോമൻസ് ചെയ്യിപ്പിച്ചത്. ഞാൻ എന്റെ അമ്മമാരെ കൊണ്ടാ ചെയ്യിച്ചത്. കിഡ്നി സർജറി ചെയ്തിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ വിചിത്ര ആന്റി. ആ അമ്മയെ സ്റ്റേജിൽ കയറ്റാൻ എനിക്ക് പറ്റി. മുട്ട് സർജറി 2 മുട്ട് മാറ്റി വെച്ച ദീപിക ആന്റി, 80 വയസ്സിന് മേലുള്ള ഒരു കൃഷ്ണൻ, 10-68 വയസ്സായ ശിവൻ, ഇവരെയൊക്കെ കൊണ്ടുവരാൻ എനിക്ക് പറ്റി. 1.25 ദിവസം കൊണ്ടാണ് ഞങ്ങളത് പഠിച്ചത്. സ്റ്റേജ് കയറിയപ്പോ അവരനുഭവിച്ചൊരു സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷമാണ് എനിക്ക് അനുഗ്രഹമായിട്ട് വരുന്നത്.
ആ സന്തോഷം ഞാൻ നല്ലപോലെ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോഴും എന്റെ മനസ്സ് നിറഞ്ഞായിരിക്കുന്നത്. ആ മനസ്സ് നിറഞ്ഞ നിങ്ങളെ ഞാൻ ശപിക്കുകയും ചെയ്യാം. ഒരാളോടും ചെയ്യരുത് ഇങ്ങനെയൊന്നും. ലക്ഷ്മിപ്രിയ എന്ന് പറഞ്ഞ വ്യക്തി മനസ്സ് നിറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ ശപിക്കുകയും ചെയ്യുന്നു. ലക്ഷ്മിപ്രിയ എന്ന് പറഞ്ഞ വ്യക്തി ആയതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പൊ എനിക്ക് നിങ്ങളുടെ സ്വഭാവം മനസ്സിലായി. നിങ്ങൾ എല്ലാരോടും ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ലോകത്തോട് മുഴുവനും വെറുപ്പാണ്. വിദ്വേഷം കൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ ചതിക്കുകയും വഞ്ചിക്കുകയും പറ്റിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. സ്ത്രീകളോട് മാത്രമാണ് വെറുപ്പെന്ന് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു. പക്ഷെ നിങ്ങൾക്ക് പുരുഷന്മാരോടും വെറുപ്പാണ്. നിങ്ങൾക്ക് ഈ ലോകത്തുള്ള സകലതിനോടും വെറുപ്പാണ്, പുച്ഛമാണ്. നിങ്ങളുടെ സ്ഥായി ഭാവം എന്ന് പറഞ്ഞാൽ അതാണ്. നിങ്ങൾക്കില്ലാത്തത് ഞങ്ങൾക്കുള്ളതുമായിട്ടൊരു സാധനമുണ്ട്, വിവേക ബുദ്ധി. നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മൾ ആരുടെ മുന്നിലാ നിൽക്കുന്നത്, ഏത് സദസ്സിലാ. ഈ സ്ഥായി ഭാവത്തിന്റെ കാര്യമൊന്നും പറയണ്ട. ഇപ്പൊ ലക്ഷ്മിപ്രിയയുടെ സ്ഥായി ഭാവം എന്താ? ഈ സ്ഥായി ഭാവം നോക്കിയിട്ടൊന്നും ഒരാളെ ഒന്നും പറയാനൊന്നും പറ്റില്ല. പലർക്കും പല രീതിയിലാണ് മുഖഭാവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അല്ലേ. ആരുടെ മുന്നിലാ നിൽക്കുന്നത്, ഏത് സദസ്സിലാ നിൽക്കുന്നത് എന്ന്. നിങ്ങൾ ഒരു സ്ത്രീയെ കൺട്രോൾ ചെയ്യാൻ എന്തെല്ലാം പാടുപെട്ടു. കാണിച്ചത് ചെറ്റത്തരായിപ്പോയി, തെമ്മാടിത്തരായിപ്പോയി കേട്ടോ. ഇതാണ് ലക്ഷ്മിപ്രിയ വാട്സപ്പിൽ അയച്ച മെസ്സേജ്. അവരുടെ ഗ്രൂപ്പിലിട്ട മെസ്സേജ് നീനാകുറുപ്പിനാണ് അയച്ചത്. അപ്പം എന്തായാലും എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇവർ ഇത് ഇങ്ങനെ ആയിരുന്നില്ല സംസാരിക്കേണ്ടിയിരുന്ന കാര്യങ്ങൾ ഇപ്പം ഇവർ തന്നെ അതിനകത്ത് 2 വാക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു അപ്പുറത്തുപ്പുറത്ത്, ഒരു മേശപ്പുറത്ത് അപ്പുറത്തുപ്പുറത്ത് ഇരുന്ന് സംസാരിച്ച് തീർക്കാവുന്നൊരു വിഷയം കോർഡിനേഷനിൽ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാവപ്പഴകൾ വരുമ്പോൾ ടൈമിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് മാറുമ്പോൾ ക്ലാഷ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ കളിക്കുന്ന കുട്ടി ആ ഒരു ഗ്രൂപ്പിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഈ കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്കാർ തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വരുത്തേണ്ട കാര്യം ഇവർ തമ്മിലുണ്ടായിരുന്നു. അത് ആര് പോയി പറഞ്ഞു ആര് പോയി പറഞ്ഞില്ല എന്നുള്ളതല്ല, 2 പേർക്കും പോയി സംസാരിക്കാമായിരുന്നു. അപ്പോൾ നീനാകുറുപ്പ് സംസാരിക്കാൻ വന്നില്ലെങ്കിൽ ലക്ഷ്മിപ്രിയയ്ക്ക് പോയി സംസാരിക്കാമായിരുന്നു. അല്ലാതെ ഇമ്മാതിരി വൃത്തികെട്ട രീതിയിലല്ല വന്നിരുന്നിട്ട് ഛർദ്ദിക്കുക. എത്രയും അപരാധം പിടിച്ചൊരു ശാപവാക്കുകളും കുത്തുവാക്കുകളും നിറഞ്ഞൊരു, എന്താ പറയുക, ഞാൻ കേട്ടിട്ട് തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. ബിഗ് ബോസിൽ ഇവരുടെ ഒരു ഷോ ഉണ്ടായിരുന്നു, അതിനെ പറയാം എണ്ണം പറയാതെ പട്ടി ഷോ എന്ന്. ഇവർ പറഞ്ഞില്ലേ അവള് പട്ടി ഷോ, നീനാകുറുപ്പ് പട്ടി ഷോ ഇട്ടു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ പറയുന്നത് ഈ ബിഗ് ബോസിൽ ലക്ഷ്മിപ്രിയ ഒരു പട്ടി ഷോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. നിന്നോ നിങ്ങൾ ഇങ്ങനെ നിന്നതിനെ കൊണ്ടൊന്നും കാര്യമില്ല. നിങ്ങൾ എന്താന്നുള്ള ലോകത്തിന് അറിയാം. കണ്ട, ലക്ഷ്മിപ്രിയ മുൻപും ഇതേപോലത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ബിഗ് ബോസിനകത്ത്. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടത്. ഓക്കെ, ഇനി ഇതിനെതിരായിട്ട് കുക്കു പരമേശ്വരൻ MMA സംഘടനയിൽ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആള് പറയുന്നത് ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് നമുക്ക് കേട്ടിട്ട് വരാം. ലക്ഷ്മി, ഇപ്പൊ എനിക്കിത് പറയാതെ വയ്യ. ഈ സംസാരിച്ചത് വളരെ 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 മോശമാണ്. നടപടി എടുക്കുന്നതല്ല ഇവിടുത്തെ പ്രശ്നം. ലക്ഷ്മി ഇപ്പൊ പറഞ്ഞതെല്ലാം അമ്മയ്ക്ക് ചേരാത്തതാണ്. മറ്റു സൈഡിൽ എന്തുണ്ടായി എന്നുണ്ടെങ്കിൽ ഒരു പരാതിയാണ് എഴുതി തരേണ്ടത്, അല്ലെങ്കിൽ പരാതി. അത് ഈ ഗ്രൂപ്പിൽ ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത്. ഇത് ഇപ്പോ ലക്ഷ്മിയാണ് മറ്റു 16 പേരെയും മോശമാക്കിയത്. ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. അമ്മയിലെ ഒരാളും എന്ത് എതിരഭിപ്രായമുണ്ടെങ്കിലും ഈസിയിൽ കൊണ്ടുവരാം, നേരിട്ട് പറയാം. ദിസ് ഇസ് നോട്ട് ദ വേ an amma member should behave. ഒരു പ്രോഗ്രാമിൽ നടന്ന എന്ത് ഇഷ്യൂ ആണെങ്കിലും ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഇത് തെറ്റ് തന്നെയാണ്. ഇത് എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ലക്ഷ്മിക്ക് വികാരങ്ങൾ ഉണ്ടാവാം, ദേഷ്യമുണ്ടാവാം, എതിർപ്പുണ്ടാവാം. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ളതാണ്. അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യണം. ആര് തെറ്റ് ചെയ്തു ആര് ശരി ചെയ്തു എന്നുള്ളതും എനിക്ക് മനസ്സിലാക്കാം. ആരാണെങ്കിലും ദിസ് കൈൻഡ് ഓഫ് റിയാക്ഷൻ, ഇതുപോലെയുള്ള സംസാരം, അത് സംസാരിക്കുന്നവരെയാണ് പുറത്ത് കാണിക്കുന്നത്. പ്ലീസ് ഇങ്ങനെ സംസാരിക്കരുത്. ഇതല്ല അമ്മ. അപ്പോൾ അല്ലെങ്കിൽ ചീഞ്ഞ് നാറിയിട്ടുണ്ടായിരുന്നു. ഈ AMMA ഇടയ്ക്കിടയ്ക്ക് ചീഞ്ഞ് നാറും. അതങ്ങനെയാണ്. കുറച്ച് വെള്ളവും വളമൊക്കെ ഇട്ടിട്ട് കുറച്ചിങ്ങനെ നട്ട് വളർത്തി ഇങ്ങനെ വരും. ഇടയ്ക്കതിൽ നിന്ന് ചീയും, കൊഴിയും, പിന്നെ വീണ്ടും വെള്ളം ഒഴിക്കും, വീണ്ടും പടരും.
ഇതൊക്കെ ഇപ്പോൾ അത്രയേ ഉള്ളൂ, അവരുടെ സെലിബ്രിറ്റികളാണല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതേപോലത്തെയുള്ള സംഭാഷണങ്ങൾ ഒട്ടും നല്ലതല്ല എന്നുള്ള അഭിപ്രായമാണ് എൻ്റേത്. ഒരു കലാകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചറിയിക്കേണ്ടതല്ല, ആൾക്കാർ നമ്മളെ തേടി വരണം. ഇപ്പം ഞാൻ ഇന്നത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇന്ന ആളാണ്, അതുകൊണ്ട് ഞാൻ ഇത്രയും വളർന്നു നിൽക്കുന്ന ആളാണ്, നീയൊക്കെ ഒന്നുമല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ഒരാളും കലാകാരന്മാരല്ല. കലാകാരന്മാരെ മറ്റുള്ളവരാണ് ബഹുമാനിക്കേണ്ടത്, സ്വയം ബഹുമാനിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുള്ളൂ. സ്വയം ആദരിക്കുന്നവൻ ഒരിക്കലും കലാകാരനല്ല. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.